Hi all. Today we can discuss about the polynomial version of cyclic redundancy check. So നിങ്ങൾ already CRC cyclic redundancy check എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഒരു ബൈനറി ഡാറ്റയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, സെൻറ്റർ സൈഡിൽ എന്ത് ചെയ്യുന്നു, റിസീവർ സൈഡിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്കതിൻ്റെ ഒരു പോളിനോമിയൽ വേർഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. So we have a data x raised to 6 plus x3 that will act as a dividend. Then you have a divisor x cube plus x plus 1. So ഒരു ഡാറ്റ നിങ്ങൾക്ക് അയക്കുമ്പോൾ പോളിനോമിയൽ വേർഷനിൽ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സോ നിങ്ങൾ ഇവിടെ ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് യു ഹാവ് ടു ജനറേറ്റ് എ കോഡ് വേർഡ്. For that you are performing a polynomial division. Okay, so നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് ഉണ്ട്, ഡിവൈസറും ഉണ്ട്. സോ നിങ്ങൾക്ക് പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്യുക. പോളിനോമിയൽ ഡിവിഷൻ ചെയ്തതിന് ശേഷം what you are getting is the remainder that will be added with the dividend. നിങ്ങളുടെ കയ്യിൽ ഡിവിഡൻഡ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്. നിങ്ങൾ പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്യുക. ഡിവിഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന റിമൈൻഡർ എന്താണോ ആ റിമൈൻഡർ എവിടെ ആഡ് ചെയ്യാം? ഡിവിഡൻറ്റിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തതിന് ശേഷം ആർക്ക് അയച്ചു കൊടുക്കുക? റിസീവറിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ റിസീവർ അവിടെ എങ്ങനെ ചെക്ക് ചെയ്യാം? റിസീവർ സെയിം പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്യും. ഏതിൽ? നിങ്ങളിപ്പം ഡിവിഡൻറ്റിൻ്റെ കൂടെ കോഡ് വേർഡ് റിമൈൻഡർ ആഡ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന കോഡ് വേർഡാണ് നിങ്ങൾ റിസീവറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ആ കോഡ് വേർഡിന് പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്യുക ബൈ യൂസിങ് ദ ഡിവൈസർ. ഓക്കെ, അപ്ലൈ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദ പോളിനോമിയൽ ഡിവിഷൻ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ദ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 ദാറ്റ് മീൻസ് ദ ഡാറ്റ കണ്ടെയ്ൻസ് നോ എറർ or it is an error free data. If the remainder is a value other than that of a 0, then that means the data contains error. Okay, നിങ്ങളുടെ കയ്യിൽ ഡിവിഡൻഡ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്, പോളിനോമിയൽ ഡിവിഷൻ സെൻറ്റർ സൈഡിൽ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ you are getting a remainder that will be appended with the dividend and form a code word. That code word will be sent to receiver. അവിടെ റിസീവർ സൈഡിൽ ഫസ്റ്റ് യു ഹാവ് ടു അപ്ലൈ എ പോളിനോമിയൽ ഡിവിഷൻ ഓൺ കോഡ് വേർഡ് based on the divisor, the same divisor that is used at the center side. After you check the remainder of the division. If the remainder is equal to 0, that means the data is an error free, otherwise the data contains an error. Okay, this is the procedure in a polynomial division. So center side you have a divisor. Either divisor x cube plus x3. So you have a divisor, dividend. Divisor endana x cube plus x plus 1. So dividend x raised to 6 plus x cube. Divisor x cube plus x plus 1. So നിങ്ങൾ അപ്ലൈ ചെയ്യുക, പോളിനോമിയൽ ഡിവിഷൻ അപ്ലൈ ചെയ്യുക. So what you are getting? x raised to 6 വരണമെങ്കിൽ നമുക്ക് ഡിവൈസറിൻ്റെ കോഷ്യൻ്റ് x raised to 3 ആയിരിക്കണം. So x raised to 3 into x raised to 3 plus x plus 1 is x raised to 6 plus x raised to 4 plus x raised to 3. So അത് തമ്മിലുള്ള സബ്ട്രാക്ഷൻ കിട്ടുന്നത് x raised to 4. ഇനി x raised to 4 കിട്ടണമെങ്കിൽ ഈ ഡിവൈസറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? x മൾട്ടിപ്ലൈ ചെയ്യണം. So x into x cube is x raised to 4, x into x is x square, then x into 1 is x. So after the subtraction what you getting is x square plus x. That will act as a remainder. അല്ലേ? ആ റിമൈൻഡർ ആണ് ഡാറ്റ വേർഡിൻ്റെ കൂടെ. ഏതാ ഡാറ്റ? ഡിവിഡൻ്റ് ആണ് നിങ്ങളുടെ ഒറിജിനൽ ഡാറ്റ, അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തു. സോ യു ആർ ഗെറ്റിംഗ് എ കോഡ് വേർഡ്, റൈറ്റ്? എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നുള്ളതാണ് നിങ്ങളുടെ കോഡ് വേർഡ്. ഇനി ഈ കോഡ് വേർഡ് റിസീവർ സൈഡിലേക്ക് അയച്ചു കൊടുത്തു. സോ റിസീവർ സൈഡിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ എന്താണ് നിങ്ങളുടെ കോഡ് വേർഡ് റിസീവർ സൈഡിലെത്തിയിരിക്കുന്ന? എക്സ് റേസ് ടു 6
plus x raised to 3 plus x square plus x. The same divisor is used at the receiver side also. So x cube plus x plus 1 is the divisor. By using the divisor, first you perform a polynomial division. Okay. So polynomial division apply ചെയ്തു കഴിഞ്ഞാൽ x cube into x cube plus x plus 1 is x raised to 6 plus x raised to 4 plus x cube. Subtraction perform ചെയ്തു കഴിഞ്ഞാൽ you can get x raised to 4 plus x square plus x. Then so x raised to 4 കിട്ടണമെങ്കിൽ x cube plus x plus 1 ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? x മൾട്ടിപ്ലൈ ചെയ്യണം. So plus x is at the quotient. So you are getting x raised to 4 plus x square plus x. After subtraction, what you are getting is the 0. So if the remainder is equal to 0, that means no error. The data is error free. So this is the procedure for polynomial division in CRC. Okay. Thank you.